ഹലോ ഗായ്സ്, എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞായറാഴ്ചയായിരുന്നു നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡ് വന്നു. ലാലേട്ടൻ വന്നു, കുറേയധികം ടാസ്കുകളൊക്കെ ചെയ്യിപ്പിച്ചു, വളരെ രസകരമായിട്ടുള്ള കുറേയധികം ഗെയിമുകളൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മുടെ നോറ എവിക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അങ്ങനെ നോറയെ എവിക്റ്റ് ആക്കുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മുടെ നോറ മെയിൻ ഡോറിൽ കൂടെ പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ എന്താ പറയാ സ്റ്റേജിലേക്ക് വരുന്നു. അങ്ങനെ നമ്മുടെ നോറ എവിക്റ്റ് ആയി. അപ്പൊ നോറയെ നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാന്ന് പറയുന്നു. നോറ നോറ എന്ന് 2-3 പ്രാവശ്യം വിളിച്ചിട്ട് ലാലേട്ടൻ ഓ എന്ന് വെച്ചിട്ട് ലാലേട്ടൻ പിന്നെ അകത്ത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിന് അകത്തുള്ളവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അതിനുശേഷം നോറയെ നമ്മൾ കാണുന്നത് നമ്മുടെ ഒരു സീക്രട്ട് റൂമിലാണ്. അവിടെ ഒരു ഹെഡ്ഫോണും അതുപോലെ ഒരു സോഫയിൽ ഇരിക്കാൻ പറയുന്നു, ഹെഡ്ഫോൺ ധരിക്കാൻ പറയുന്നു. അതുപോലെ ഫ്രണ്ടിൽ ഒരു ടിവിയിൽ ബിഗ് ബോസ് ഹൗസിൽ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാനും അതുപോലെ ഹെഡ്ഫോണിലൂടെ അത് കേൾക്കാനും നോറയ്ക്ക് പറ്റുമായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു അവിടെ ഇരിക്കുക, ഹെഡ്ഫോൺ ധരിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നോറ അകത്തെ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നു. അപ്പൊ നോറ പോയതിന് അവിടെ ആരും ഒന്നും തന്നെ പറയുന്നില്ല. അതില് എന്താ പറയാ, അവരെല്ലാരും പഴയ പോലെ തന്നെ ഹാപ്പി ആയിട്ട് അവരവരുടേതായ കാര്യങ്ങളൊക്കെ പറയുന്നു. നോറയെ കുറിച്ച് ആരും ഒന്നും തന്നെ പറയുന്നില്ല. എല്ലാവരും എല്ലാവരുടെയും ഒരു എന്താ പറയാ, എല്ലാവരും കാത്തിരിക്കുന്നത് പണപ്പെട്ടി ടാസ്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് പണപ്പെട്ടി എടുത്തുകൊണ്ട് ഓടാൻ തയ്യാറായിട്ട് കുറേയധികം പേര് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതില് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സായും അഭിഷേകും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അതായത് നമ്മുടെ ഋഷിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഋഷിക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല, അവരിപ്പോഴും വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്നുള്ളൊരു ആഗ്രഹം ഋഷിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഋഷി പറയുന്നു, ഞാൻ എന്താ പറയാ, പണപ്പെട്ടി ടാസ്ക് വരുമ്പോൾ പൈസ എടുത്തോണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല. കാരണം കപ്പ എനിക്ക് തന്നെ കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്, ജനങ്ങൾ എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കപ്പിന് വേണ്ടിയിട്ട് പോരാടാൻ പോവാണെന്നാണ് നമ്മുടെ ഋഷി പറയുന്നത്. അപ്പോൾ സായിയും അഭിഷേകും അത് ഭയങ്കരമായിട്ട് എന്തോ ഒരു കളിയാക്കുന്ന രീതിയിൽ പറയുന്നു. അപ്പോൾ നമ്മുടെ അഭിഷേക് പറയാണ്, ഇപ്പൊ പുറത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, അതായത് ഋഷിയെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, സായിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അപ്പോ എന്താ പറയാ, ഇതുവരെ ഋഷിക്ക് കപ്പ് കിട്ടുമെന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ആരും ഒരു ന്യൂസും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സപ്പോർട്ട് ഋഷിക്ക് പുറത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഋഷി നന്നായിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഒരു കപ്പ് കിട്ടുന്ന രീതിയിലേക്ക് ഋഷിയുടെ ഒരു പെർഫോമൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സായിയും അതുപോലെ അഭിഷേകും ഒക്കെ. അപ്പൊ സായി ഓൾറെഡി നമ്മുടെ നന്ദനയ്ക്ക് വേണ്ടി, അതായത് അവരുടെ സ്വന്തം പെങ്ങളൂട്ടിയായ നന്ദനയ്ക്ക് വേണ്ടിയിട്ട്, വീടിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പണപ്പെട്ടി ടാസ്ക് വരുമ്പോൾ അതിൽ പൈസ എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് പണപ്പെട്ടി ടാസ്കിനെ കുറിച്ച്, പണപ്പെട്ടി വരാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തുകെട്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നോറ ഇതെല്ലാം കേട്ടിട്ട് അവിടെ ഇരുന്ന് സീക്രട്ട് റൂമിൽ നിന്ന് പറയുന്നു, ഇവരെല്ലാവരും എന്താണ് ഈ പണപ്പെട്ടിയെ കുറിച്ച് മാത്രം പറയുന്നത്, എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തത്വമൊക്കെ പറയുകയാണ് അവിടെ ഇരുന്നിട്ട്. അപ്പൊ അങ്ങനെ നോറ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ബിഗ് ബോസിന്റെ ഒരു കത്ത് വരികയാണ് നോറയ്ക്ക്. അതായത് നോറയ്ക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് അകത്തേക്ക് കയറാനുള്ള സമയമായി. അപ്പോൾ ഒരു വെള്ള ഡ്രസ്സൊക്കെ കൊടുത്തു വിടും. അതായത് ആ ഒരു വെള്ള ഡ്രസ്സ് ധരിച്ചിട്ട് ഒരു പാട്ട് അവിടെ ഇടും. അപ്പൊ നമ്മുടെ ആകാശഗംഗയിലെ പുതുമഴയായി വന്നോ നീ, പുളകം കൊണ്ടു പൊതിഞ്ഞു നീ, ആ പാട്ടൊക്കെ ഇടും. അപ്പൊ നമ്മുടെ നോറ ആ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഗാർഡൻ ഏരിയയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്ന് പറയും. അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പി. അതായത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും അവിടെ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം അടുക്കളയിൽ കയറി എന്തൊക്കെയോ ഉണ്ടാക്കി കഴിക്കാനുള്ള ധൃതിയിലായിരുന്നു ഈ സായി, അഭിഷേക്, ഋഷി, സിജോ ഇവരൊക്കെ അടുക്കളയിൽ കയറിയിട്ട്. അപ്പൊ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫായി, അടുക്കളയിൽ കയറി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോ. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, ജോലിയൊക്കെ കഴിഞ്ഞില്ല, ഞാൻ കിടക്കാൻ പോവാണ്, എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു, ഞാൻ കിടക്കുവാണ്, എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു എന്ന് നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട്. അപ്പൊ സിജോ ചോദിക്കുന്നു, സിജോ ആണല്ലോ അവിടുത്തെ ക്യാപ്റ്റൻ, മെഡിസിൻ ഒക്കെ കിട്ടിയില്ലേന്ന് ചോദിക്കുന്നു. അപ്പൊ ജിൻഡോ പറയുന്നത് ആ മെഡിസിൻ ഒക്കെ കിട്ടിയെന്ന് പറയുന്നു. അപ്പൊ എനിക്ക് ആ ഒരു രംഗം കണ്ടപ്പോൾ കുറച്ച് മനസ്സിലൊരു വിഷമം തോന്നി. കാരണം ജിൻഡോ പറയുന്നു ജിൻഡോയ്ക്ക് വല്ലാത്ത ഉറക്കം വരുന്നു, എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു എന്ന് പറയുന്നു. അപ്പൊ നമുക്കറിയാം ഓൾറെഡി അവിടെ എന്തൊക്കെയോ മരുന്നുകൾ ജിൻഡോയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ജിൻഡോ തന്നെ പറയുന്നു ജിൻഡോയ്ക്ക് വല്ലാത്ത ഉറക്കം വരുന്നു. അപ്പൊ സിജോ ചോദിക്കുന്നു മെഡിസിൻ ഒക്കെ കിട്ടിയില്ലെന്ന് ചോദിക്കുന്നു. അപ്പൊ ജിൻഡോ പറയുന്നു കിട്ടിയെന്ന് പറയുന്നു. ഇനി എന്തൊക്കെയോ മെഡിസിൻ ഒക്കെ കഴിച്ചിട്ടാണോ ജിൻഡോയ്ക്ക് ഒരു എന്താ പറയാ ഉറക്കമൊക്കെ വരുന്ന, എന്താണ് ഇവര് മരുന്ന് കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ജിൻഡോ പോയി കിടക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കാൻ അപ്പോ നമ്മുടെ നോറ ഗാർഡൻ ഏരിയയിലേക്ക് പാട്ടിടും, പുതുമഴ എന്നുള്ള പാട്ടിടും. അപ്പൊ നമ്മുടെ നോറ ആ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും
നമ്മുടെ അഭിനയ സിംഹമായ ജാസ്മിൻ അയ്യോ എനിക്ക് പേടി വരുന്നേ എന്ന് പറഞ്ഞിട്ട് അർജുനും ശ്രീതും ജാസ്മിനും കൂടെ റൂമിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഉടനെ ജാസ്മിൻ അയ്യോ എനിക്ക് പേടി വരുന്നേടാ അർജുനെ എനിക്ക് പേടി വരുന്നടാ എന്ന് പറഞ്ഞിട്ട് അർജുൻ അങ്ങോട്ട് ചാഞ്ഞു ചെല്ലുന്നു. അങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ എല്ലാരും കൂടെ ഓടുകയാണ്. അപ്പൊ എല്ലാരും കൂടെ നോക്കുമ്പോൾ ഗാർഡൻ ഏരിയയിൽ കൂടെ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പൊ ആദ്യം എല്ലാരും ഓൾറെഡി പറഞ്ഞു ഇത് നോറ. അപ്പൊ വേറെ ആരും പറഞ്ഞു അല്ല ഇത് നന്ദനയാണ്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാരും പറയുന്നു അല്ല ആ നടപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നോറയാണ്, ഇത് നോറ തന്നെയാണ്. അപ്പൊ ഉടനെ അവിടെ നിന്ന് വേറെ ആരാണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നന്ദനയും ഉണ്ടാവും. അപ്പൊ നമ്മുടെ സായിയും സിജോയൊക്കെ അയ്യോ അങ്ങനെയാണെങ്കിൽ നന്ദു ഉണ്ടാവും, നോറ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നന്ദു അപ്പുറത്തെ സൈഡിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കാരണം നോറ വരുവാണെങ്കിൽ നന്ദനയും വരുമല്ലോ. അപ്പൊ അങ്ങനെ ഈ പാട്ടിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. അപ്പൊ നോറ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അതിനുശേഷം പാട്ട് തീരുമ്പോൾ നമ്മുടെ നോറ പോയിട്ട് അവിടെ ഗാർഡൻ ഏരിയയിൽ തന്നെയുള്ള അവിടെ ഒരു സോഫയിൽ പോയി ഇരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവരുടെ അവിടുത്തെ ഡോറ് തുറക്കുന്നു. ഇവരെല്ലാരും കൂടെ ഓടി ചെന്നിട്ട് നോറ അന്ന് മനസ്സിലായി. അപ്പൊ എല്ലാരും ചെന്നിട്ട് നോറയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോ അതിനിടയ്ക്ക് പറഞ്ഞൊരു സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോറ തിരിച്ചു വന്നപ്പോ എല്ലാരും വിചാരിച്ചു ആ നന്ദനയും വരും. സായിയുടെ ഒരു ഇൻട്രസ്റ്റ് കാണാമായിരുന്നു എന്റെ പൊന്നെ, സായിയുടെയും സിജോയുടെയും. കാരണം പെങ്ങളൂട്ടി തിരിച്ചു വരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സന്തോഷമല്ലേ. പക്ഷെ പെങ്ങളൂട്ടി തിരിച്ചു വന്നില്ല, നോറ മാത്രമേ വന്നുള്ളൂ. അവർക്കറിയില്ലല്ലോ നന്ദനയുടെ നാട്ടിലെത്തി, സ്വന്തം വീട്ടിലെത്തി എന്നുള്ള കാര്യമൊന്നും അവർക്കറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ നോറ തിരിച്ച് ബിഗ് ബോസ് ഹൗസിൽ കയറി. എന്തിനാണ് ഇങ്ങനെ ഒരു സീക്രട്ട് റൂം ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു ഡ്രാമ എന്തിനാ അവിടെ നടത്തിയെന്ന് നമുക്ക് അറിയില്ല. ആരെങ്കിലും ഒരാളെ എവിക്റ്റ് ആക്കേണ്ടതായിരുന്നു. അത് വളരെ നാടകീയ രംഗങ്ങളിലൂടെ അത് നോറയെ പുറത്താക്കുന്നു, പിന്നെ സീക്രട്ട് റൂമിലാക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റിവിടുന്നു. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിലൊക്കെ ഏറ്റവും വലിയൊരു തമാശ എന്ന് പറയുന്നത് ഈ കോമാളിത്തരത്തിനെല്ലാം നമ്മുടെ ലാലേട്ടനും കൂട്ടി നിൽക്കുന്നുണ്ടല്ലോ എന്നറിയുമ്പോഴാണ് ഭയങ്കരമായിട്ടൊരു എന്താ പറയാ ഒരു പുച്ഛം തോന്നുന്നത് ലാലേട്ടനോട്. അപ്പൊ അങ്ങനെ നോറ വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ കയറി. ഇനിയിപ്പോ നാളെ മുതൽ ഭയങ്കരമായിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനിടയ്ക്ക് ആര് വേണമെങ്കിലും എവിക്റ്റായി പോകാം. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നു എന്തായാലും നന്ദന പുറത്തു പോയി. ആ കൂടെ സായി പുറത്തു പോവേണ്ടതായിരുന്നു. കാരണം സായിക്കൊക്കെ ഇത്രത്തോളം സപ്പോർട്ട് ഉണ്ടോ, വോട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം ഇപ്പൊ പുറത്തൊക്കെ സായിക്കൊക്കെ ഭയങ്കര നെഗറ്റീവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ളിടത്തോളം കാലം ആൾക്കാർ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ അഭിഷേകിന് ഇപ്പൊ ഈ ഒരു എന്താ പറയാ ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ടാസ്കുകളിലൊക്കെ ജയിച്ച് പോയിന്റ് ഒക്കെ നേടി നേരിട്ട് ഫിനാലയിലേക്ക് സെലക്ട് ആയതിന്റെ ചെറിയൊരു അഹങ്കാരം, ചെറുതല്ല നല്ല രീതിയിലുള്ള അഹങ്കാരമുണ്ട്. അപ്പൊ ഇവര് പണപ്പെട്ടിയുടെ കാര്യം ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ അഭിഷേക് പറയുന്നു ഞാൻ പണപ്പെട്ടി വന്നാലും എനിക്ക് പൈസ വേണ്ട, ഞാൻ ആ വശത്തേക്കേ നോക്കത്തില്ല, കാരണം എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാനത് നോക്കത്തില്ല. ഇപ്പൊ അഭിഷേകിന്റെ മനസ്സിലൊരു ചിന്ത എന്ന് പറയുന്ന അഭിഷേകിന് കപ്പ് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് അഭിഷേകിന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അത്രയ്ക്കൊക്കെ അങ്ങോട്ട് ചിന്തിക്കേണ്ട ആഗ്രഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം ഈ ഒരു ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ഒരു ടാസ്കില് അതിൽ മാത്രമാണ് പുള്ളി കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ അഭിഷേക് വന്നത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വന്നപ്പോൾ തൊട്ട് ഈ കുറച്ച് ദിവസങ്ങൾ മുന്നേ വരെ അഭിഷേക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുകയോ അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യാത്ത ഒരാളാണ്. എപ്പോഴും ആ ഒരു ബീൻ ബാഗിൽ ഇങ്ങനെ കിടക്കുക, ആ ഒരു സ്വഭാവമായിരുന്നു ഈ അഭിഷേകിൻ്റെത്. പിന്നെ ഈ ഒരു ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ഒരു ടാസ്കിലാണ് അഭിഷേകിന്റെ ഒരു കിടിലം പെർഫോമൻസ് നമ്മളെല്ലാവരും കണ്ടത്. അപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ ഭയങ്കര കോൺഫിഡൻസ് ആയി, പുള്ളിക്ക് തന്നെ കപ്പ് കിട്ടും എന്നുള്ളൊരു അഹങ്കാരമുണ്ട്. അത് പുള്ളിയുടെ സ്വഭാവത്തിലും സംസാരത്തിലൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ജിൻഡോയ്ക്ക് പുറത്തുള്ള സപ്പോർട്ട് എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ അതിനകത്തിരുന്ന് ആരൊക്കെ കപ്പ് കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്നാലും ഒരു പ്രയോജനമില്ല. കാരണം അത് നമ്മുടെ ജിൻഡോയ്ക്ക് അർഹതപ്പെട്ടതാണെന്ന് നമ്മൾ പ്രേക്ഷകർ വിധി എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിൽ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റുകാരോ എന്തെങ്കിലും തിരിമറിയോ കള്ളത്തരോ ഒക്കെ കാണിക്കുമോ എന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ട് ഉണ്ട്. കാരണം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജിൻഡോയ്ക്ക് എന്തൊക്കെയോ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന് സൈഡ് എഫക്റ്റ് കൊണ്ടായിരിക്കണം പുള്ളി തന്നെ ഇന്നിപ്പോ ഈ ലൈവില് പറയുന്നുണ്ട് എനിക്ക് എന്താണെന്നറിയത്തില്ല വല്ലാത്ത ഉറക്കം വരുന്നു എന്ന് പറയുന്നു. അപ്പൊ സിജോ ചോദിക്കുന്നു മെഡിസിൻ മേടിച്ചായിരുന്നു? അപ്പൊ ജിൻഡോ പറഞ്ഞാൽ മേടിച്ചായിരുന്നു. അപ്പൊ എന്തൊക്കെയോ ടാബ്ലറ്റ് ഒക്കെ പുള്ളിക്ക് കൊടുക്കുന്നുണ്ട്. കാരണം പുള്ളിയുടെ ആ ഒരു എന്താ പറയാ ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ പോവാനുള്ള എന്തെങ്കിലും ടാബ്ലറ്റ് ആണോ കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എന്തായാലും അതിനകത്ത് അവർ കള്ളത്തരം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിനുള്ള ശിക്ഷ പ്രേക്ഷകര് കൊടുക്കുക തന്നെ ചെയ്യും. അത് ഉറപ്പാണ്.
അപ്പൊ അങ്ങനെ നോറയെ എവിക്റ്റ് ആക്കിയിട്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ എന്തൊക്കെ ഭൂകമ്പങ്ങളാണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.